നാളെയുടെ കേരളം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് യുവജനങ്ങളാണ്. ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയിലെ യുവ പോരാളികളുടെ പ്രാതിനിധ്യമാണ് പതിവ് പോലെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നത്. മുന്നണി വ്യത്യാസമില്ലാതെ പരിചയസമ്പന്നർക്കൊപ്പം പൊരുതാൻ ഇത്തവണയും ഒരു കൂട്ടം യുവ പോരാളികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. 3 മുന്നണികളിലെയും പ്രധാന യുവസാരഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇടതുപക്ഷ കോട്ടകൾ കാക്കാനും പിടിച്ചടക്കാനും ഡിവൈഎഫ്ഐ SFI സമരവീര്യവുമായി എത്തുന്നവരാണ് LDFിലെ യുവ സ്ഥാനാർത്ഥികൾ. മട്ടന്നൂരിൽ നിന്ന് യുവ നേതാവ് VK സനോജ്, ബാലുശ്ശേരിയിൽ നിന്ന് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് തുടങ്ങി പോരാട്ടത്തിന് കരുത്തേകാൻ നിരവധി യുവമുഖങ്ങളെ ഇത്തവണ LDF കളത്തിലിറക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VK സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. SFIയിലൂടെ സജീവ രാഷ്ട്രീയ രംഗത്തെത്തിയ സനോജിന് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗമാണ്. കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടാനൊരുങ്ങുന്നത് KM സച്ചിൻ ദേവ് ആണ്. 15ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയ സച്ചിൻ ദേവ് SFIയുടെ മുൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. കണ്ണൂർ കല്യാശ്ശേരി മണ്ഡലത്തിലെ നിലവിലെ MLAയും DYFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് M വിജിൻ. വീണ്ടും അതേ മണ്ഡലത്തിൽ ജനവിധി തേടാനൊരുങ്ങുന്ന വിജിൻ ഇത് 2ാം ഊഴമാണ്. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയായ വിജിൻ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലൂടെയും സജീവ ഇടപെടലുകളിലൂടെയും ശ്രദ്ധേയനാണ്. തിരുവമ്പാടിയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടാനൊരുങ്ങുന്നത് ലിൻഡോ ജോസഫാണ്. കൂമ്പാറ വാർഡ് മെമ്പറായും കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള ലിൻഡോ തദ്ദേശ ഭരണരംഗത്തെ മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. അടൂരിൽ നിന്ന് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണനാണ് അടുത്തത്. AISF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും AIYF കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രിജിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണ്. യുവത്വത്തിന്റെ കരുത്തുമായി UDFും സജ്ജമാണ്. യുവജന സംഘടനകളിലൂടെ വളർന്നു വന്ന കരുത്തുറ്റ നിരയുമായാണ് UDF ഇത്തവണ കളത്തിലിറങ്ങുന്നത്. യുവജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള പട്ടികയെന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുമ്പോഴും യുവാക്കളിൽ ചുരുക്കം പേരെ മാത്രമാണ് പരിഗണിച്ചതെന്ന് പറഞ്ഞ് വലിയ അമർഷം യുവജന സംഘടനകളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. സീറ്റ് കിട്ടാതായതോടെ KSU സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച അലോഷ്യ സേവ്യറെ KC വേണുഗോപാൽ ഇടപെട്ടാണ് രാജി പിൻവലിപ്പിച്ചത്. KSU സംസ്ഥാന അധ്യക്ഷനും യുവ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് OJ ജനീഷാണ് തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജനവിധി തേടുന്നത്. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ജനീഷ് മുൻപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായും തൃശൂർ ജില്ലാ പ്രസിഡന്റായും മികവ് തെളിയിച്ചിട്ടുണ്ട്. തവനൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് BS ജോയി നിലവിൽ മലപ്പുറം DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ കരുത്തുറ്റ യുവനേതാക്കളിൽ ഒരാളുമാണ്. KSU സംസ്ഥാന പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ജോയ് മികച്ചൊരു പ്രാസംഗികൻ കൂടിയാണ്. കോഴിക്കോട് നാദാപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്ത് കോൺഗ്രസിന്റെ മുൻനിര യുവനേതാവും KSU മുൻ സംസ്ഥാന പ്രസിഡന്റുമാണ്. പേരാമ്പ്രയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ ശബ്ദമായ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയയാണ് ജനവിധി തേടുന്നത്. മുസ്ലിം ലീഗിന്റെ യുവ നേതൃനിരയിലെ ശ്രദ്ധേയയായ മുഖവും നിലവിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് തെഹ്ലിയ. MSFന്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഇവർ പ്രാസംഗിക എന്ന നിലയിലും മുൻ നിലപാടുകളിലൂടെയും ശ്രദ്ധേയയാണ്. ആറന്മുള മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ പ്രമുഖ യുവനേതാവുമാണ്. KSU മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ നിരവധി ജനകീയ സമരങ്ങളിലൂടെ ശ്രദ്ധേയനാണ്. മാറ്റത്തിനു വേണ്ടി യുവത്വത്തെ കൂട്ടുപിടിക്കുകയാണ് NDA. ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് BJPയുടെ യുവ സ്ഥാനാർത്ഥികളിൽ ഒരാൾ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് റോബിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായ റോബിന്റെ BJP പ്രവേശനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മാനന്തവാടി മണ്ഡലം സ്ഥാനാർത്ഥി P ശ്യാംരാജാണ് മറ്റൊരാൾ. ഇടുക്കിയിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചുവടുപിടിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവാണ് ശ്യാംരാജ്. സിനിമാ നടി അഞ്ജലി നായർ, ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ, നർത്തകി ആതിരാടി നായർ തുടങ്ങിയ യുവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി 2020യും ബാലറ്റ് പെട്ടി നിറയ്ക്കാൻ രംഗത്തുണ്ട്.